മഹാലക്ഷ്മി നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലേ? ജീവിതത്തിൽ പണമുണ്ടെങ്കിൽ മാത്രമേ, പണമില്ലാത്തവൻ പിണം എന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അല്ലേ? പണം ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെയല്ല, നമ്മുടെ വീട്ടിലും വലിയ സ്ഥാനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മളെ പലരിൽ നിന്നും അവർ ഒഴിവാക്കും. പിന്നെ നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ആവശ്യത്തിന് അവർ വരണമെങ്കിൽ അവർ ഗൂഗിൾ മാപ്പ് ഇട്ട് വരേണ്ട അവസ്ഥയിലേക്കും വരികയും ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, പണത്തിന് നല്ല പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നിപ്പോൾ എന്ത് കാര്യത്തിന് വേണമെങ്കിലും പണമില്ലാതെ പറ്റില്ല. മക്കളുടെ ഫീസ് അടയ്ക്കണം, ആശുപത്രി കേസ് വന്നാൽ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും പണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പം ഈ പണം നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ശരിക്കും നമുക്ക് മനസ്സിലാകും പണത്തിൻ്റെ ഇത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം എന്താണെന്നും ആ വരുമാനം എങ്ങനെ സേവ് ചെയ്ത് വെക്കണമെന്നും നമ്മൾ പഠിച്ചിരിക്കണം. അത് കൊച്ചായിട്ട് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു കുഞ്ഞു തുകയെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാൻ സാധിക്കും ഇല്ലേ? നമ്മളെപ്പോഴും കേട്ടിട്ടില്ല, എല്ലാവരും പറയുന്ന ഒത്തിരിയും പണത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് പറയുന്നവരും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, എമർജൻസി ഫണ്ട് എന്ന്. അത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൊച്ചൊരു സമ്പാദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്ന ഒരെണ്ണം മാറ്റിവെക്കുക. പെട്ടെന്നൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അയൽവക്കക്കാരോടോ മറ്റുള്ളവരോടോ സ്വന്തക്കാരോടോ ഒന്നും വാങ്ങാതെ നമ്മുടെ കയ്യിലെ പൈസയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, നമ്മളെ പണത്തെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞിട്ടില്ലേ, അവൻ്റെ പൂത്ത കാശാട്ടോ, അല്ലെങ്കിൽ അവനെ ഏത് മാർഗത്തിൽ കൂടെയാണെന്നറിയില്ല പൈസ ഉണ്ടാക്കിയത്, ഈ അടുത്ത കാലത്ത് അവൻ പണക്കാരനായത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മുടെ വായും കൊണ്ട് നമ്മളങ്ങനെ മോശമായിട്ട് പറയാതിരിക്കുക. പണം ഒരു നല്ല ഊർജ്ജമാണ്. ആ പണത്തെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. ഓരോ ദിവസവും നമ്മളിലേക്ക് പണം വരണം എന്ന് ആഗ്രഹിക്കുക ചെയ്യുക. അത് നല്ല പണം നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ കയ്യിലേക്ക് പണം വന്നിരിക്കും. പിന്നെയുള്ളതാണ്, നമുക്കൊരു വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കുക. പണം എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞ് ചില്ലറ പൈസ 1 രൂപയാണെങ്കിൽ 50 പൈസയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു മേശയുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടേക്കാതിരിക്കുക. എവിടെയെങ്കിലും തൂളിയിടുക. പേഴ്സിലൊന്നും മടക്കി ചുരുട്ടി കൂട്ടിയൊക്കെ പൈസ വെക്കാതിരിക്കുക. അതിനൊക്കെ നിവർത്തി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക. പേഴ്സാണേലും കൊണ്ട് ഊണുമേശയിലും അല്ലെങ്കിൽ അടുക്കളയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെയൊന്നും കൊണ്ട് ഇടാണ്ടിരിക്കുക. ഉള്ള ബസ് ടിക്കറ്റും എന്താ പറയണേ, എവിടെയെങ്കിലും സാധനങ്ങൾ മേടിച്ച കടയിലെ രസീതും ബില്ലുകളും ഒക്കെ ഈ പേഴ്സിലും അതിലൊന്നും കുത്തി നിറച്ച് വെക്കാതിരിക്കുക, പൈസയുടെ കൂടെ വെക്കാതിരിക്കുക. അതൊക്കെ സമയം കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞേക്കുക. അങ്ങനെയൊക്കെ ഒരു നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ വീടും വൃത്തിയാക്കി വെക്കുക. നമ്മൾ ശുദ്ധിയും വൃത്തിയോടും കൂടി ഇരിക്കാൻ ശ്രമിക്കുക. ഉള്ളതിൽ നമ്മൾ വൃത്തിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്നോർത്തോണ്ട് കാശ് കൊടുത്ത് ഒത്തിരി ആഡംബരം മേടിച്ച് വൃത്തിയാക്കണം എന്നല്ല പറഞ്ഞ്, നമ്മളുള്ളത് നമ്മൾ വൃത്തിയും ശുദ്ധിയായിട്ടൊക്കെ വെക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളിലേക്ക് പണം വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ പണം വെക്കുന്ന സ്ഥലവും കൃത്യമായ ഒരു സ്ഥലത്ത്, നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് പണത്തെ വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വയ്ക്കുമ്പോഴും ഒരു പ്രാർത്ഥനയോടും ഒരു മനസ്സിലൊരു ഗ്രാറ്റിറ്റ്യൂഡും നന്ദിയോടും കൂടി ഒക്കെ പണം വയ്ക്കുക. പിന്നെ നമ്മൾ എല്ലാവരോടും പണത്തിനോട് പോലും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് വയ്ക്കുക. കാരണം അതൊരു ധനമാണ്, ഒരു എനർജിയാണ് നമ്മുടെ. അപ്പം അത് നമ്മളിലേക്ക് വരുമ്പോഴും നന്ദി എന്നൊന്ന് ചിന്തിക്കാനുള്ള, ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോഴും നമ്മൾ നന്ദിയോടുകൂടി അവർക്ക് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ആരോടെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേശ്ശെയാണെങ്കിലും കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. കടം എന്ന് പറയുന്ന സാധനം അത് പറയരുതെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പണത്തെ മോശമായിട്ടാണ് കാണുന്നത്. നമ്മൾ കൊടുക്കണമല്ലോ, അവനിനി കൊടുക്കണം, അടുത്ത ദിവസം അവൾക്ക് കൊടുക്കണം എന്നിങ്ങനെയുള്ള നമുക്ക് മേടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പ് തോന്നും അവരോട്. അങ്ങനെ തോന്നുന്നവരുടെ കയ്യിൽ പൈസ നിൽക്കുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആരെങ്കിലും പണം തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലാവധി പറയുക. ആ കാലാവധിക്കുള്ളിൽ തന്നെ ആ പൈസ കൊടുത്ത് തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം തന്നെ നമ്മളിലേക്ക് പോസിറ്റീവായ പണം ഒഴുകാൻ തുടങ്ങും. അത് നാനാ ഭാഗത്തു നിന്നും ഒഴുകി വരാൻ തുടങ്ങും. എന്നും രാവിലെയും എന്നും വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ മെഡിറ്റേഷൻ കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ പറയുക, എന്നിലേക്ക് ഓരോ ദിവസവും പണം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് ആവശ്യത്തിനുള്ള പണം എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ നടക്കുക. അല്ലാതെ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് വെറുപ്പും മറ്റുള്ളവരോട് ദേഷ്യവും അങ്ങനെയുള്ളതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാതെ ഇരിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, മഹാലക്ഷ്മി എന്ന് പറയുന്നത് താമരയുടെ പൂവിനകത്താണ് ഇരിക്കുന്നത്.
താമരയുടെ പൂവ് ഇങ്ങനെ വെള്ളത്തിൽ ഓളം വെട്ടിക്കൊണ്ടിരിക്കുമില്ലേ, ഏത് സമയത്തും അത് മറിഞ്ഞു പോകാം താമര അല്ലേ. അതുകൊണ്ട് പണവും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുക. ഏത് സമയം നമ്മളിലേക്ക് വരാം, ഏത് സമയം നമ്മളിൽ നിലനിൽക്കാം, മറിഞ്ഞു പോകാം. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പണത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ അതുപോലെ കൊടുക്കുമ്പോൾ നമ്മൾ പറയില്ല, കൊടുക്കും തോറും ഏറിടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നോർത്തോണ്ട് നമ്മുടെ വരവനുസരിച്ച് മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാവുള്ളൂ. ഒരു സമ്പാദ്യം എപ്പോഴും നമ്മളെ നിലനിർത്തിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അല്ലാണ്ട് ഒത്തിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൈസ ഇങ്ങനെ കിട്ടുമെന്ന് ഓർക്കാൻ, അതൊക്കെ പൊട്ട ചിന്താഗതിയാണ്. നമുക്ക് ആവശ്യത്തിന് കൊടുക്കുക, ആവശ്യത്തിന് സഹായിക്കുക, അത് അർഹതയുള്ളവരെ സഹായിക്കുക. അപ്പോൾ നമ്മളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും. ഒരു ഒഴുക്കുണ്ടായിരിക്കണം പണത്തിന് എന്നാണ്. എപ്പോഴും കെട്ടി നിൽക്കാണ്ട്, അതായത് അങ്ങനെ പറയാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഒരു ബുക്കിനകത്തോ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരില്ല. ഉറപ്പായ കാര്യം. നമ്മളത് ഒന്നെങ്കിൽ ഒരു FD ആയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലോ നിക്ഷേപിച്ചാൽ മാത്രമേ ആ പണം വളരുകയുള്ളൂ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ഒരു കുറച്ച് തുകയായി കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും FD ആയിട്ട് കൊണ്ടിടാനോ, കുറച്ച് തുകയായി കഴിയുമ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടിടാനോ, മ്യൂച്വൽ ഫണ്ട് പോലുള്ള സംഭവങ്ങളിൽ കൊണ്ടിടാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ആ പണത്തിനൊരു വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ പണത്തിനെ ഇങ്ങനെ വീട്ടിൽ സൂക്ഷിച്ച് തലേണയ്ക്കടിയിലോ അല്ലെങ്കിൽ ബെഡിനടിയിലോ സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. അത് നമുക്ക് അപ്പോൾ ഉപയോഗിക്കാൻ ഉള്ളത് കുറച്ച് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. പെട്ടെന്നൊരു ആശുപത്രി കേസോ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് വേണം, വേണ്ടാന്നല്ല പറയുന്നത്, അതും വേണം. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ പൈസയും നമ്മളെപ്പോലെ വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്തോറും ഇങ്ങനെ വർഷങ്ങളും കാലങ്ങളും കടന്നു പോകല്ലേ. അപ്പോൾ നമുക്കൊരു കൊച്ചു സമ്പാദ്യമായിട്ട് അതും വളർന്നു വരും. പോസ്റ്റ് ഓഫീസിൽ RDO എന്തെങ്കിലുമൊക്കെ ചേർന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് പണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പണം എപ്പോഴും വൃത്തിയോടും നല്ല സ്നേഹത്തോടും കൂടി കൊണ്ടുവരുന്നതുകൊണ്ടല്ലോ നമ്മളിലേക്ക് പണം വരും. ഉറപ്പായ കാര്യമാണ്. എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ എത്രമാത്രം സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത് നമ്മളിലേക്ക് വരും. ഒന്ന് ചിന്തിച്ച് നോക്കി, ശരിയാണോ നമുക്കറിയാൻ പറ്റും.